Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, all. Good morning, ma'am. പേര് പറഞ്ഞോ കേട്ടോ. Good morning, ma'am. ഞാനാണ് പേര് തിരിക്കുന്നത്. We shall overcome, we shall overcome, we shall overcome someday. My deep in my heart, my do believe we shall overcome someday. Good morning. Signing and thought of the day. Signing ഞാനാണ് മാം. Okay, തന്നെ പറഞ്ഞോ. Good morning, all. I would like to heartily welcome our Avanabis to today's session, and we are expecting new lesson from today's class. And also, I am welcoming all my classmates. Let us learn together. Thank you. Thank you. Thought of the day. മിസ്സേ ഞാൻ പറയാവേ. യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ആയിരുന്നു എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? Children with physical disabilities. Okay. അതിന്റെ സെമിനാർ കഴിഞ്ഞില്ലേ? Ah, ഇത് എക്സ്പ്ലെയിൻ ചെയ്തോ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട്? ഇല്ല മിസ്, എടുത്തിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഹാൻഡിക്യാപ് ഡിസബിലിറ്റീസും കാര്യങ്ങളുള്ള കുട്ടികള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഓരോരുത്തരുടെയും ആ ഒരു എന്താണ് അസുഖം, എന്താണ് അബ്നോർമാലിറ്റി കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അവർക്ക് വേണ്ടുള്ള എന്താണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതില് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ma'am, അത് എടുത്തായിരുന്നു. അതിന്റെ സെമിനാറും മാം തന്നു ഇത് പഠിപ്പിച്ചപ്പോ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ പറഞ്ഞു, അത് നമ്മൾ ചെയ്തു. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് മിസ് പറഞ്ഞത്, ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് എൻവയറമെന്റ് ആണ് മിസ് പറഞ്ഞത്. അത് ഫുള്ള് ആ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ തേർഡ് പോയിന്റ് മുതൽ തന്നെ എടുക്കാം കേട്ടോ. ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കേൾക്കാം. ഇപ്പൊ നമ്മള് ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസിനെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇന്നബിലിറ്റി ടു മൂവ്, നമ്മളെയൊക്കെ പോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മള് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഡിസബിലിറ്റി എന്ന് പറയുന്നതിലും സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയാം. ബോഡി പാർട്സ് ഫ്രീ, നമ്മൾക്ക് നമ്മുടെ ബോഡി പാർട്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കുറച്ച് എന്താ പറയാ തളയ്ക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട് അല്ലെ? അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും അല്ലെ? എന്തെല്ലാം ആവാം? പോളിയോ വന്നിട്ട് ഡിസബിലിറ്റീസ് വരുന്ന കേസുകൾ പറഞ്ഞു. എയ്ഡ്സ്, ആക്സിഡൻസ്, ഇഞ്ചുറീസ്, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് പാരലൈസ് ആവുന്ന സിറ്റുവേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എൻഡോസൾഫാൻ, അതേപോലെ തന്നെ ഭോപ്പാൽ ദുരന്തം, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഡിസബിലിറ്റീസും കാര്യങ്ങളും വരും. ഇൻഫെക്റ്റീവ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി വരാൻ, ട്യൂബർകുലോസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴും ഈ ഡിസബിലിറ്റീസ്, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാണെങ്കിൽ ഇതേപോലെ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോട് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എംപത്തറ്റിക് മൈൻഡ് ആയിരിക്കണം നമ്മളുടേത്. അവരോടൊരു കെയറും സ്നേഹവും അവരെ ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ആയിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഞാൻ എന്റെ ടീച്ചർ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ വന്നിട്ട്
എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 10th പഠിച്ച കുട്ടീനെ കുറിച്ചിട്ട് 10th വരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ കുറിച്ച്. കാഴ്ചയുടെ കാര്യല്ലേ? കാഴ്ചയുടെ അല്ലടാ, അത് എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ്. ഇത് എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് പറയണേ. അപ്പോ ഞാൻ നമ്മൾ സാധാരണ സ്കൂളുകളിൽ, ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. ഹൈസ്കൂൾ കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി. ഞാൻ 8ാം ക്ലാസ്സിന്റെ ക്ലാസ്സിൽ ചെന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സംഗീത ടീച്ചറാണ്. സംഗീത ടീച്ചർ വന്നിട്ട് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ എന്താണ്, ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കുറെ പേര് പുതിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു പുതിയ കുട്ടിയായിരിക്കും. വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കുറുപ്പികളൊക്കെയാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇങ്ങനെ നോട്ടൊക്കെ ഇട്ടിട്ട് അവരോടൊക്കെ കുറച്ച് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ, റാഗിംഗ് ഒന്നല്ല കേട്ടോ, കുറച്ച് ഇതിലെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. റാഗിംഗ് ഒന്നല്ലേ, റാഗിംഗ് ഒക്കെ പ്രോഹിബിറ്റഡ് അല്ലേ. അപ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇത്തിരി കുറുമ്പികളുമാണ്. അപ്പൊ ടീച്ചർമാർക്ക് അറിയാം ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് കുറുമ്പികളാണ്, ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പൊ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ഇന്നൊരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ബാക്കി കുട്ടികൾ അവളെ കളിയാക്കിയതുകൊണ്ടും അവളെ അവോയ്ഡ് ചെയ്തതുകൊണ്ടും അവൾ അവിടെ നിന്ന് പഠിത്തം നിർത്തി പോകുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും അതേപോലെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരൊക്കെ പോയി സമ്മതിപ്പിച്ചിട്ടാണ് അവളെ എന്താണ് ഈ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ആരും അവളോട് കുറുമ്പൊന്നും എടുക്കാൻ പോകരുത്, അവളെ കളിയാക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണല്ലോ, അന്ന് ഞങ്ങൾക്ക് വലിയ തിങ്ക് ചെയ്യണമെന്നില്ല, എന്താ പ്രശ്നമൊന്നും ഞങ്ങൾ ചോദിച്ചൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ല, എന്താണ് ആ കുട്ടിക്ക് എന്താ പ്രശ്നമാണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഒക്കെ വന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ക്ലാസ് റൂമിലേക്ക് വരാനായിട്ട്. സോ അവിടെ സ്റ്റെപ്പുകൾ മാറ്റിയിട്ട് സ്ലോപ്പ് പോലെ അവർ ചെയ്തു. പെട്ടെന്ന് തന്നെ സ്ലോപ്പ് പോലെ ചെയ്തു. സ്ലോപ്പ് പോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയാ, വീൽ ചെയർ ഒക്കെ ഒന്ന് കേട്ടില്ലേ, ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, സ്ലോപ്പും ഉണ്ട് സ്റ്റെപ്പും ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്ലോപ്പ് പോലുള്ള സ്റ്റെയർ അതാണ് പണിത്. അത് പണിത് കഴിഞ്ഞു. ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി വരുന്നത്. അപ്പൊ ക്ലാസ് ടീച്ചർ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ വന്നു നിന്നു. ക്ലാസ് തുടങ്ങി അറ്റൻഡൻസ് ഒക്കെ എടുത്തു. അതിനുശേഷമാണ് ഈ കുട്ടി വരുന്നത്. ഓട്ടോ വന്നു നിന്നു. ആദ്യം ഈ കുട്ടിയുടെ അമ്മയാണ് ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല സ്കെൽറ്റ് ആയിട്ടുള്ളൊരു ആന്റി. കുഴപ്പമൊന്നുമില്ല. ആള് വന്നിട്ട് പുറകില് നമ്മള് എന്താ പറയാ, ഓട്ടോ വീൽ ചെയർ എടുക്കുന്നു. മോളെ പൊക്കിയെടുത്ത് വീൽ ചെയറിൽ എത്തുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ടീച്ചർ ഞങ്ങൾ എല്ലാവരും വന്ന് വാൺ ചെയ്തത്. അപ്പൊ ആദ്യം കുട്ടിയെ കൊണ്ടുവന്ന ക്ലാസ്സിലേക്ക് ആക്കി അമ്മ ഫുൾ ടൈം പുറത്ത് നിന്നു. അന്നത്തെ ദിവസം ഫുൾ ടൈം പുറത്ത് നിന്നു. പിറ്റേ ദിവസവും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങൾക്ക് പോയി സംസാരിക്കാനൊക്കെ കുറച്ച് പേടിയായിരുന്നു. കാരണം ടീച്ചർ വാൺ ചെയ്തിരിക്കുക, കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, കുറുമ്പ് കാണിക്കാൻ പാടില്ല എന്നൊക്കെ ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യം അടുത്തൊന്നുമില്ല. പിന്നെ ഇപ്പൊ അതൊക്കെ കുഴപ്പമില്ല. ആള് ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നത്. ഫസ്റ്റ് ബെഞ്ചിൽ സൈഡിലായിട്ട് കൊണ്ടുവന്ന് വീൽ ചെയറിൽ എടുത്താൽ കുറച്ച് ബെഞ്ച് നീക്കിയിടും. അല്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു റൂമുണ്ട്. ഈ ഇങ്ങനെ ഡിസബിലിറ്റീസും കാര്യങ്ങളുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂമും ടീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കും ഫുൾ സമയം സ്പെൻഡ് ചെയ്യണം. ബാക്കിയുള്ള ടൈം ഫ്രീ ടൈമിലൊക്കെ അവിടെ ഇരിക്കും. അപ്പോ ഈ കൂടെ വരുന്നത് അമ്മയാണ്. അപ്പൊ ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലാസ്സിൽ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ബാക്ക് സൈഡിലായിട്ട് സ്റ്റൂൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റൂൾ കൊണ്ടുവന്നിട്ട് കൊടുത്തു കുട്ടിയുടെ അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാതെ ഫുൾ ടൈമും അവിടെ നിൽക്കാണല്ലോ. ആ കുട്ടി ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുന്നതും അതേപോലെ തന്നെ ക്ലാസ് കഴിയുന്നവരെയും അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ സ്റ്റൂള് കൊടുത്തു. അപ്പൊ ആ ചേച്ചി അവിടെ ഇരിക്കുന്നത്. ഇയാൾ സ്ഥിരം കാഴ്ചയാണ്. മോള് പഠിക്കുന്ന സമയത്ത് അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും റെസ്പെക്ട് തോന്നിയ ഒരു അമ്മ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. കാരണം ഈ കുട്ടി ജനിച്ച സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. കുട്ടിയുടെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്മേനെ മോളെ ഉപേക്ഷിച്ചു പോയി. അപ്പോ അന്ന് ഭയങ്കര എങ്ങാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവളെയും കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല വെളുത്തിട്ട് നല്ല മുടിയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോ ഈ അമ്മേനെയും അത്യാവശ്യം കണ്ടാലും ഒരു കുട്ടിയുടെ അമ്മയാണെന്നൊന്നും പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം അപ്പോ ഫാമിലിയിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഒരു ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷനിലൊക്കെ ഗാനം കുട്ടികളെ കൊടുത്തിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് നമ്മുടെ സ്വന്തം ലൈഫ് നോക്കി പോവാനായിട്ട് ഈ ചേച്ചിനെ ഒരുപാട് നിർബന്ധിച്ചു.
പക്ഷേ ആ ചേച്ചി അതിനോടൊന്നും താല്പര്യം കാണിച്ചില്ല. കാരണം ആ ചേച്ചിയുടെ ഫുൾ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളായിരുന്നു. ഇവളുടെ ലൈഫ്, ഇവളെങ്ങനെയാണ് പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം കാര്യങ്ങളും, ആ കുറെ ത്യാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ വരെ അവളെ എത്തിച്ചത്. അപ്പം എല്ലാ കാര്യത്തിനും അവർക്ക് കൂടെ നിൽക്കുന്നത് അമ്മയാണ്. അപ്പം 8th 9th എന്റെ ക്ലാസ്സിലായിരുന്നു. 10th ആയപ്പോൾ ഞങ്ങൾ ക്ലാസ് മാറി, ബിൽഡിംഗ് മാറി, ബ്ലോക്ക് മാറി. സോ അവിടേക്ക് വേറെ ഒരു 10th കുട്ടികളാണ് വന്നത്. 10th വേറെ 10th C ആയിരുന്നു അവിടെ വന്നത്. 10th C ആയിരുന്നു അവിടെ വന്നത്. ഞങ്ങൾ 10A ആയിരുന്നു. അപ്പോൾ 10th C ആയിരുന്നു. പിന്നെ അവര് 10th കഴിഞ്ഞു. 10th അവർക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. പഠിക്കാൻ മിടുക്കിയൊക്കെ തന്നെയാണ്. അവൾക്ക് അരക്ക് കീപ്പോട്ട്, കാലാണ് തളർന്നിരിക്കുന്നത്. കൈക്ക് നല്ല രീതിയിൽ പോവുക ചെയ്യും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല അവൾക്ക്. സംസാരിക്കണോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. അവൾക്ക് അരക്ക് കീപ്പോട്ട് തളർന്നിരിക്കുകയാണ്. അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഇത് കഴിഞ്ഞ് 10th കഴിഞ്ഞിട്ട് +1 +2 അവള് വേറെ സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ അധികം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു. കുറെ പേരൊക്കെ മാറിപ്പോയി. കുറച്ചു പേർക്ക് മാത്രമേ ഞങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു 1-2 ഇയർ മുമ്പ് ഞങ്ങളുടെ റീയൂണിയൻ ഉണ്ടായിരുന്നു. 10th റീയൂണിയൻ ഉണ്ടായിരുന്നു. റീയൂണിയന് എല്ലാവരും മാക്സിമം എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ഇവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളും വന്നിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അവൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അവൾ ആ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഈ ഒരു നിലയിലേക്ക് എത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അത് കഴിഞ്ഞ് അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവളിപ്പോ PWD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. PSCക്ക് എഴുതി ജോലി കിട്ടിയതാണ്. അറിയാലോ, ഡിസബിലിറ്റീസ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ജോലി കിട്ടിയവർക്ക്. അതുകൊണ്ട് തന്നെ അല്ല, നല്ല കഴിവുണ്ട്, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ. നല്ല രീതിയിൽ സ്കോർ ചെയ്തു. അവൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വീട് വെച്ചു. അമ്മയും മോളും ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പം ഒരു കുട്ടി ആ ഡിസബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഒരു സ്കൂള് ഫുള്ളായിട്ട് അവളെ മാറ്റി നിർത്തിയതാണ് അല്ലെ. അപ്പൊ അവൾ അങ്ങനെ മാറി നിന്നിരുന്നെങ്കിൽ അവൾ ഈ പറഞ്ഞ നേട്ടത്തിലേക്കൊന്നും എത്തില്ലായിരുന്നു. അപ്പോ നമുക്കറിയാവുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുട്ടി ഉണ്ടാവും, സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും. നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. നല്ല എംപത്തറ്റിക് മൈൻഡോട് കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ട് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ അവരെ പിടിച്ചുയർത്താണ് വേണ്ടത്. ഞങ്ങൾ അധികം സപ്പോർട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ നല്ല ബോണ്ടാണ്, നല്ല കമ്പനിയൊക്കെയാണ്. അവള് കളിക്കാനൊന്നും പുറത്തു പോകില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വരാന്ത ഉണ്ട്, ഞങ്ങൾ വലിയ വരാന്തകളാ, ഈ വരാന്തയിൽ കൊണ്ട് നിർത്തും. ഞങ്ങൾ കളിക്കുന്നൊക്കെ കാണും. അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോയിരിക്കും. അപ്പൊ ആളും ഓക്കെയാണ്, ഇപ്പൊ ഹാപ്പിയാണ്. മാരീഡ് ഒന്നല്ല, അമ്മയും മോളും മാത്രമാണ് ഇപ്പോഴും അവരുടെ ലോകം. അപ്പൊ അങ്ങനെ പോകും. അപ്പോ അന്നൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കണ്ട എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയിരുന്നെങ്കിൽ ഈ പറയുന്നൊരു എന്താ പറയാ, ഈ പറയുന്നൊരു ലൈഫ് അവർക്ക് 2 പേർക്കും കിട്ടില്ലായിരുന്നു അല്ലെ. അപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമ്മള് സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തല വേണ്ടത്, അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, there are children with various types of physical handicap. നമ്മൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. സം ഓഫ് ദ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ആർ കോഗ്നിറ്റീവ് ഓർ റിസൾട്ട് ഓഫ് ഫേറ്റൽ ഡിസീസ്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വരുന്ന ഇതുകൊണ്ടാവാം ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നത്. കോഗ്നിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേറ്റൽ ഡിസീസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ചില അസുഖങ്ങൾ കാരണം നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി സംഭവിക്കാം. This can also occur due to nutritional deficiency or accident. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിഡന്റ് സംഭവിക്കാം. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടാതെ വരുമ്പോഴൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും. These types of disabilities affect different parts of the body. നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ ആയിരിക്കും ഫിസിക്കൽ ഡിസബിലിറ്റീസ് അഫക്ട് ചെയ്യുന്നത്. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ നോർമൽ ലൈഫിനെ അത് അഫക്ട് ചെയ്യും. But they accept from the society. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സിമ്പത്തറ്റിക്, ഒരു എംപത്തറ്റിക് മൈൻഡ്, ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് റെസ്പോണ്ട് ആണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. Teachers and whole system of education have to get their mental state and accept essential step for responding to their needs favorably. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് എന്തെല്ലാം വേണം, അവരുടെ മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് കൺസിഡേർഡ് ആവണം. അതേപോലെ അവർക്ക് വേണ്ട എസെൻഷ്യൽ സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് കുറച്ച് എയ്ഡ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും.
ഞാൻ എന്റെ കൂട്ടുകാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ ആ ഒരു സ്റ്റെയർ വന്നെന്ന് പറഞ്ഞില്ലേ, സ്ലോപ്പ്, അത് അവർക്ക് വേണ്ടി മാത്രം പണിതതാ. PTA ഫണ്ടിൽ നിന്ന് എടുത്താണ് അന്ന് ആ ഒരു കാര്യം ചെയ്യിച്ചത്. All children with physical deformities or handicap do not require same type of compensatory treatment. എല്ലാ ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഒരേപോലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല വേണ്ടത്. അവർക്ക് അതിന്റെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല വേണ്ടത്. ഇറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ നീഡ്സ്. കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് ആ ചേഞ്ചസ് വരും. ഓക്കെ, അപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തല്ല വേണ്ടത്, അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഒപ്പം തന്നെ അവരെ ഉയർത്തിക്കൊണ്ട് വരാണ് വേണ്ടത്. എന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഇതേപോലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചറും അതേപോലെ അങ്ങനെ അതിൽ കുറച്ച് കുട്ടികളും അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ ഇവരെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം, ഇങ്ങനെ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ചുറ്റുപാട്, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടാനായിട്ട് നമ്മൾ എവിടെ നോക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടോ, മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് പറയാം, അവൻ നല്ല രീതിയിൽ കെയർ ചെയ്യണോട്ടാടാ, വേറെ മറ്റുള്ളവരാരും സംസാരിച്ചില്ലെങ്കിലും നീ പോയി സംസാരിക്കണോട്ടാ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് അപ്പൊ അവനൊന്ന് വായിക്കോ, റീഡ് ചെയ്യോ? തേർഡ് ഞാൻ വായിക്കട്ടെ മിസ്സേ? മൈൻഡി വായിക്കാനാണോ പറഞ്ഞേ? ആടാ, അയച്ചു വെക്കാന്ന് പറഞ്ഞേ, കുഴപ്പമില്ല. എല്ലാരും വായിച്ചോ? ഇനി നമ്മൾ നോക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരു മിനിറ്റ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഡിലേ ഇൻ ഡെവലപ്മെന്റ് കാരണം അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങള് ചെറുപ്പത്തിലെ വന്നതുകൊണ്ടോ ഒക്കെ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്ക് കാണാൻ പറ്റും. ചെറുപ്പത്തിലെ ഫിക്സ് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മെൻജൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരുന്ന കുട്ടികൾക്ക്, ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി അങ്ങനെയുള്ള കേസുകളിലൊക്കെ കുട്ടികൾക്ക് മാനസിക വെല്ലുവിളി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും നമ്മുടെ എഡ്യൂക്കേഷനൊപ്പം തന്നെ പ്ലസ് നമ്മൾ എന്തും കൂടി കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം, ട്രീറ്റ്മെന്റും കൂടി പ്ലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ the education of mentally retarded children is a special problem whose solution need a certain amount of knowledge. അപ്പൊ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പേഷ്യൻസ് അത്രയും വേണം. നമ്മൾ കുഞ്ഞു കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും, പഠിപ്പിക്കുമ്പോഴാണ് പേഷ്യൻസ് വേണ്ടതെന്നായിരിക്കും നിങ്ങളുടെ ഒരു ഫീലിംഗ്. അതിനേക്കാൾ പേഷ്യൻസ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക്. മെനി ഓഫ് ദം ആർ നോട്ട് കേപ്പബിൾ ഓഫ് ലേണിംഗ്. ഈ കുട്ടികളിൽ ഒരുപാട് പേർക്കും ലേൺ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് അതിനുള്ള ഒരു മെമ്മറിയോ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ഒക്കെ വളരെ പൂർ ആയിരിക്കും.
their memory and the power of determines their ability to understand, comprehend is also usually poor, വളരെ poor ആയിരിക്കും. അവരുടെ ക്രിയേറ്റീവ് ഗ്രോത്ത് റിമെയിൻസ് അറസ്റ്റഡ്, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ദ മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ് ആർ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദി സ്റ്റുഡൻസ്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസും എൻവയോൺമെന്റും ഈ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ടീച്ചർ ഷുഡ് ഡീൽസ് വിത്ത് ദി സ്റ്റുഡൻസ് വിത്ത് ഗുഡ് പേഷ്യൻസ്. നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ നല്ല പേഷ്യൻസോട് കൂടി വേണം നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് മോണ്ടിസോറിനെ കുറിച്ച് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് ഷംസ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. അറിയാലോ എല്ലാവർക്കും. അല്ലെങ്കിൽ തന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം സെർച്ച് ചെയ്ത് പോയ പേര് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നായിരിക്കും അല്ലെ? ഓക്കെ. മരിയ മോണ്ടിസോറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു. സോ ഷീ വർക്ക്ഡ് ആസ് ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. സോ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായ കാര്യം അവർക്ക് സെൻസ് കുറവാണ്. ചില ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ പുവറാണ്. സോ സെൻസ് അവർക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൻസിനെ വെച്ചാൽ നമ്മള് എന്തൊക്കെയാണ് സെൻസ്, ഏതൊക്കെയാണ് നമ്മുടെ സെൻസ്, 5 സെൻസസ് ഏതൊക്കെയാണ്? സ്കിന്ന്, നോസ്, ഐസ്, ഹിയറിംഗ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെൻസുകൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ മോണ്ടിസോറി ഈ മെറ്റീരിയൽസ് ഈ കുട്ടികൾക്ക് കൊടുത്തു. ഈ കുട്ടികളിൽ കുറച്ച് മാറ്റങ്ങൾ പതിയെ മാറ്റങ്ങൾ വരുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അത്യാവശ്യം ഓക്കെ ആവുന്ന രീതിയിൽ അവര് കൂടുതൽ പെട്ടെന്ന് ലേൺ ചെയ്യുന്നത് മോണ്ടിസോറിക്ക് മനസ്സിലായി. കാരണം അവർ സെൻസോറിയൽ മെറ്റീരിയൽസ് ആണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ പതുക്കെ അവരുടെ സെൻസ് വർക്ക് ചെയ്യുന്നതും അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് മരിയ മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ അപ്ലൈ ചെയ്താല് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഫുൾ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആദ്യം ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തത് ഇതുപോലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വന്നത് പിന്നീടാണ്. അത് നോർമൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഞാൻ പറയാം, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരെ എന്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എന്റെ ഫ്രണ്ടില് ഒരു വണ്ടി വന്ന് നിൽക്കാം. ആ വണ്ടിയിൽ ഒരുപാട് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിഫോംസ് ആണ് ഒരു യൂണിഫോമാ വെയർ ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണ്. അതെനിക്ക് തോന്നുന്ന ഒരു 10-15 വയസ്സുള്ള കുട്ടിയുണ്ട്, 16 വയസ്സുള്ള കുട്ടിയുണ്ട്, 20 വയസ്സുള്ള കുട്ടിയുണ്ട്, 28 വയസ്സുള്ള കുട്ടിയുണ്ട്. അങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിൽ നിന്നൊരാള് ബാഗൊക്കെ ഇട്ടിട്ട് അവിടെ ബാക്കിയുള്ള കുട്ടികൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, അവനെ വീട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. കാരണം അവനെ ഒരുപാട് നാളെ ഞാൻ കണ്ടിട്ട്, കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ടിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ അവനെ അധികം കണ്ടിട്ടില്ല. എന്നുവെച്ചാല് എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ പറയാം, ഈ ഒരു ഫാമിലിനെ കുറിച്ച് അറിയാം. ഇവൻ ബിലോങ്സ് ചെയ്യുന്നൊരു കാത്തലിക് നമ്മൾ എന്താ പറയാ ക്രിസ്ത്യാനി ഫാമിലിയിലാണ് ഈ കുട്ടി ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പേ അവരുടെ പാരന്റ്സിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ സ്കാനൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് ഡിലേ ഉണ്ട്, നമുക്ക് അബോർട്ട് ചെയ്യാം എന്ന് ഡോക്ടർ ഈ പാരന്റ്സിനോട് പറഞ്ഞു. പക്ഷെ പാരന്റ്സിന് അബോർഷൻ കുറച്ച് എന്താ പറയാ, ക്രിസ്ത്യൻസിന് അബോർഷൻ ഓക്കെ അല്ലല്ലോ, അവർക്ക് പാപമല്ലേ അത്, അങ്ങനെയല്ലേ പറയാ ജോസ്മി അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പാപം ആയതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല, അതങ്ങനെ പറയാം, അബോർഷൻ ചെയ്യരുതെന്നാണ് ഹോസ്പിറ്റലിലൊക്കെ നമ്മളോട് പറയാ. ഹോസ്പിറ്റലിന് മാത്രല്ല, ഹോസ്പിറ്റലിൽ പറയും ഇപ്പൊ നമ്മളോട് അബോർട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മുടെ അതൊരു തെറ്റാണ്. അപ്പൊ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ മോനല്ലേ, അവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അധിക നാൾ നിൽക്കില്ല, ആള് ജനിച്ചാല് പെട്ടെന്ന് മരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഭയങ്കരമായിട്ട് ഭീഷണിയൊക്കെ പെട്ടത്. പക്ഷെ പാരന്റ്സ് എന്ത് ചെയ്തില്ല, ഒരു കാരണവശാലും
ആ കുട്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അമ്മ ടീച്ചറാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്, അമ്മ ടീച്ചറാണ്. ഹസ്ബൻഡിന് എന്താണ് ഗവൺമെന്റ് ജോബ് തന്നെയാണ്. അപ്പോ ഈ കുട്ടി ജനിക്കുന്നു. ആദ്യം 3 വയസ്സ് വരെയൊക്കെ സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ്. 3 വയസ്സ് കഴിഞ്ഞിട്ടും അവനില് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അവന്റെ ബോഡി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, അവനില് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ അമ്മയാണ് ഡിപ്പെൻഡ് ചെയ്യണം. അമ്മ മാത്രമേ അടുത്തേക്ക് വരാൻ പാടുള്ളൂ, വേറെ ആരും അവരെ അടുപ്പിക്കൂല. പതുക്കെ പതുക്കെ അവനെ പുറത്തേക്ക് ഒരു വിടാണ്ടായി. എന്നുവെച്ചാൽ പാരന്റ്സിന് ഇങ്ങനൊരു കുട്ടി ഉണ്ടെന്ന് അറിയാം. അപ്പൊ പുറത്ത് പോയി കഴിഞ്ഞ ഇവരുടെ കൺസേൺ വെച്ചാൽ ഞങ്ങളുടെ ഒപ്പം വന്ന് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ നിങ്ങൾക്ക് പേടികൊണ്ട് അവന് പുറത്തേക്കൊന്നും വിടൂല. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് അനിയൻ വന്നു. അനിയൻ ജനിച്ചു. അനിയന്റെ ഒപ്പം അനിയൻ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ എന്റെ ജൂനിയർ ആയിട്ടാണ് അവൻ പഠിച്ചത്. അപ്പോ ആള് ഓക്കെയാണ്, ആള് നോർമൽ ചൈൽഡ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളോടൊക്കെ വന്ന് സംസാരിക്കും, കളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളൊപ്പം തന്നെ വളർന്നത്. പക്ഷെ ചേട്ടന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് ഭയങ്കര അലർച്ചകൾ കേൾക്കാൻ പറ്റും അവന്റെ വീട്ടിൽ നിന്ന്. ഭയങ്കര അലർച്ചയും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവന്റേതായ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. പിന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ അവർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് റിക്കവർ അധികമായില്ല. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഇടയ്ക്ക് പറയുമ്പോ 1 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവനെ ഇങ്ങനെ കണ്ടപ്പോ അവൻ അത്രയും വയലന്റ് ആയിരുന്ന ഒരു കുട്ടി ഇങ്ങനെ മാറിയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ നിന്നു. അത് വീട്ടിൽ പോയി തിരിച്ചു വന്നവരേക്ക് ഞാൻ അങ്കിളിനെ കണ്ടു. അപ്പൊ അങ്കിളിനോട് ചോദിച്ചു, അവനിപ്പോ സ്കൂളിൽ പോകുന്നുണ്ടോ, ഇപ്പൊ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അങ്കിള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ബഡ്സ് സ്കൂൾ ഉണ്ട്, പാലിയത്ത്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പൊ പഞ്ചായത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് അവനിപ്പോ പോകുന്നത്. ഇത്ര ടൈം വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവന് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എൻറ്റയർലി എന്താണ് ഭയങ്കരമായിട്ട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അവനിപ്പോ അവന്റെ സ്വന്തം കാര്യങ്ങൾ ചില അച്ഛൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ ലൈഫില്. അവന് ഈ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് ഇത്രയും വിഷമിച്ചിട്ടുള്ള ഒരാള് വേറെ ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞ ആ അങ്കിളും ആന്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇല്ല അവരെ നോക്കാനായിട്ട്. സോ അപ്പൊ അങ്കിള് പറയുമ്പോ ഭയങ്കര സന്തോഷം. അവനിപ്പോ ഓരോ കാര്യങ്ങൾ അവൻ സ്വയം ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ബട്ടൺസ് ഇടാ, ഡ്രസ്സ് ചെയ്യാ, ഷുലേസ് ഇട്ടാ, പ്രോപ്പറായിട്ട് ബാഗ് ഇട്ടാ, ടൈം ആവുമ്പോൾ നിൽക്കും. അതേപോലെ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവില്ല, എന്നാൽ പോലും അവൻ ആ കറക്റ്റ് ടൈമിൽ ബാഗ് ഒക്കെ ഇട്ട് അവിടെ നിൽക്കും. അവനവിടെ പോയില്ലെങ്കിലാണ് അവന് വിഷമം. പോവാണെങ്കിൽ അവന് ഹാപ്പി ആയിരിക്കും, പോയില്ലെങ്കിൽ അവന് സങ്കടം വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഓക്കെ അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ മോളെ ട്രീറ്റ്മെന്റ് ആദ്യം അവൻ നമ്മള് സാധാരണ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മരുന്നൊക്കെ തന്നെ കൊടുത്തിരുന്നേ. പിന്നീട് അവൻ അവിടെ ചെന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഓക്കെ ആയി കഴിഞ്ഞപ്പോ മരുന്നിന്റെ ഡോസ് വളരെ കുറവാണ്. ഇപ്പൊ വളരെ കുറഞ്ഞ ഡോസാണ് മരുന്നൊക്കെ കഴിക്കണേ. ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്നാണ് ഇപ്പൊ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനിങ്ങനെ ചോദിച്ചു എന്ത് മെത്തേഡാണ് അവർ പഠിപ്പിക്കണേന്ന് ചോദിച്ചു. അവരുടെ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, എങ്ങനെയാണ് അവർ പഠിപ്പിക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല മോളെ അവിടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാ പഠിപ്പിക്കണേ. നമ്മള് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുകയെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നു, എന്താ മെറ്റീരിയൽസ് എന്നാണല്ലോ ചോദിക്കണേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് മെറ്റീരിയൽസ് ആണെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു പതുക്കെ പറഞ്ഞ് അങ്കിളിനെ കറക്റ്റ് ആയിട്ട് പറയാനാണെന്നോട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മോണ്ടിസോറി ആണോ അവിടെ? മോളെ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. അപ്പൊ എനിക്ക് ഓക്കെ, അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അന്വേഷിച്ചു അവിടെ ഏത് മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണത് എന്ന് ചോദിച്ചപ്പോ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. സോ എനിക്ക് ഒരു മെത്തേഡിനോട് ഇഷ്ടമുണ്ട്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്, ഡോക്ടർ മരിയാം മോണ്ടിസോറിനോട് ഇഷ്ടമാണ്, ഈ മെത്തേഡിനോട് ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾക്കൊരു റിയൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഒരാൾ വരുമ്പോ അവനിൽ അത്രയും ചേഞ്ചസ് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നി എനിക്ക്. പ്രത്യേകിച്ച് എനിക്ക് നമ്മള് ഒരു മെത്തേഡാണ് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ ട്രെയിൻ ചെയ്യിക്കാം, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഈ കുട്ടിയിലെ ഇവന്ന് പറയുമ്പോൾ എന്റെ അതേ ഏജാണ്, അവനിൽ ആ ഒരു മാറ്റം അല്ലെങ്കിൽ വന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ മെത്തേഡ് കൊണ്ടാണല്ലോ. അപ്പൊ പ്രത്യേക ഒരു ഇഷ്ടം ഈ ഒരു മോണ്ടിസോറി മെത്തേഡിനോട് എനിക്ക് അന്ന് തോന്നി. ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ല ടങ്ങളിന്റെ അടുത്ത് ഞാൻ ഇന്ന മെറ്റീരിയൽ ഇന്ന അതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഫെസിലിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന മോണ്ടിസോറിയുടെയാണ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്കിളിനെ പറയണൊക്കെ കേട്ട് ആക്കി പറഞ്ഞു ഞാൻ പോരാണ് ചെയ്തത്. കാരണം അങ്കിൾ അന്ന് അത്രയും ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഭയങ്കര സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് എനിക്കും കേട്ടപ്പോ ഭയങ്കര സന്തോഷമായത്. അപ്പോ മോണ്ടിസോറി എന്ന് പറയുന്ന മെത്തേഡ് നമ്മള് നോർമൽ കുട്ടികൾക്ക് മാത്രമല്ല, മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അത് ഹെൽപ്ഫുൾ ആണ്.
ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ നോർമൽ കുട്ടികളാവാം. നല്ല പേഷ്യൻസും നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം. കാരണം പെട്ടെന്നായിരിക്കും അവർ നമ്മളെ വന്ന് പെട്ടെന്ന് ഹഗ് ചെയ്യും, അവര് നമ്മളോട് പ്രത്യേക സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും. ശരീരം കൊണ്ട് ചിലപ്പോൾ അവർ വലുതായിട്ട് മുതിർന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സായിരിക്കും. ഓക്കെ, കേടാ. അപ്പോ അവരോട് നല്ല സ്നേഹത്തോടു കൂടി കെയറോട് കൂടി നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറാം. ഓക്കെ, അപ്പോ നമ്മൾ അവരെ മാറ്റി നിർത്തല്ല, അവരെ നല്ല സപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാം, സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. എ ഗ്രൂപ്പ് ഓഫ് മെന്റലി റിട്ടേൺ ചിൽഡ്രൻ മേ ഡിഫർ ഇൻ ദർ സബ്സിക്വന്റ് ഏജ്. കുട്ടികളുടെ ഏജ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ആ കുട്ടികളെ കണ്ടപ്പോൾ പല ഏജ് കുട്ടികളും അതിലുണ്ടായിരുന്നു. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചില കുട്ടികൾ അതിലും മുതിർന്നവരായിരിക്കാം. ബട്ട് ദേ ആർ ടു ബി ഗ്രൂപ്പ് ടുഗദർ as to avail equal opportunity for education and treatment. ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവരെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ത്രൂ ദേ ആർ ഗ്രോ അപ്പ് ഫിസിക്കലി, അവരെ ഫിസിക്കലി ഗ്രോ ചെയ്തിട്ടുണ്ടാവും, ബട്ട് അവരുടെ മെന്റൽ ഏജ് വെരി ലോ ആയിരിക്കും. ചെറിയ 3 വയസ്സുള്ള ഒരു കുട്ടി, 3 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും. ഓക്കെ, അവർ നമ്മളെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മദർ ആയിട്ടായിരിക്കും. അവരമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ അടുത്തായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും. സോ അവർ നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഇനി മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കണം. എല്ലാ മെറ്റീരിയൽസും അവർക്ക് സ്യൂട്ടബിൾ ആവില്ല. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം കൊടുക്കേണ്ടത്. മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻ should be given suitable and proper physical and mental activity so that they may frequently get opportunity to be active and vigilant. കുട്ടികൾക്ക് പറ്റുന്ന, ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Then special clinic. As these children need not only cognitive support but also medical ട്രീറ്റ്മെന്റ്. നമ്മൾ അവർക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് മാത്രം കൊടുത്താൽ പോരാ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കൊടുക്കണം. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക്കും മേ ബി ഓർഗനൈസ്ഡ്. പീരിയോഡിക് ആയിട്ടുള്ള ക്ലിനിക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകണം. എഡ്യൂക്കേഷൻ പ്ലസ് ട്രീറ്റ്മെന്റ് ആണ് ഈ കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ്. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. നമ്മൾ മറ്റുള്ള നോർമൽ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ ഫോളോ ചെയ്യാനും കളിയാക്കാനൊക്കെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. സോ അവരെ അവോയ്ഡ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ സൈക്കോളജിക്കലി ഭയങ്കര ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും, അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. നോർമൽ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നെങ്കിൽ അവരെ സൈക്കോളജിക്കലി അത് അവർ ഭയങ്കരമായിട്ട് ഫീല് അല്ലെങ്കിൽ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആസ് ദേ ആർ എഡ്യൂക്കേറ്റഡ് ഇൻ എ നോർമൽ സ്കൂൾ എൻവയോൺമെന്റ്, ചിൽഡ്രൻസ് ഹാവ് എ ടെൻഡൻസി ടു ഫൂൾ ദം ആൻഡ് ലവ് അറ്റ് ദം. കളിയാക്കാനും തമാശ കാണിക്കാനൊക്കെ കുട്ടികൾ ഇൻട്രസ്റ്റ് കാണിക്കും. ടീച്ചേഴ്സ് ഷുഡ് സീ ടു ദിസ്. കുട്ടികൾ ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽ ഇത് കാണുകയാണെങ്കിൽ ആൻഡ് അവോയ്ഡ് എനി സച്ച് അറ്റംപ്റ്റ് ബിക്കോസ് ഇറ്റ് വുഡ് സൈക്കോളജിക്കലി അഫക്ട് ദം അഡ്വേഴ്സ്ലി. നമ്മൾ അവരെ നല്ല രീതിയിൽ വാൺ ചെയ്യാം, അങ്ങനെയുള്ള കുട്ടികൾ, കളിയാക്കുന്ന കുട്ടികളെ വാൺ ചെയ്യാം. കാരണം ഇത് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ വീണ്ടും സൈക്കോളജിക്കലി അത് വീണ്ടും അത് അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പോ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മളൊരു സ്പെഷ്യൽ കെയറോട് കൂടി വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. മാനസിക വെല്ലുവിളികൾക്ക് പല കാരണങ്ങളാകാം. അവർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത്, അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. ചിലപ്പോ ഒരു പ്രാവശ്യം നമ്മളിപ്പോ 10 പ്രാവശ്യം നോർമൽ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ 11ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ അവൻ ചെയ്യായിരിക്കും. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. എല്ലാ ദിവസവും നമ്മൾ വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതായിട്ട് വരും. എന്താണ് അവർ ട്രെയിൻ ചെയ്യിക്കുന്നത്, അതേ കാര്യം അവർ റിപ്പീറ്റ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കും. മെന്റൽ റീറ്റെയിൻ ചിൽഡ്രൻസും പോയിന്റ്സും സബ് പോയിന്റ്സ് ഡി വരെ മനസ്സിലൊന്ന് റീഡ് ചെയ്യട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. ഇനി വെൽഫെയർ ഫോർ നോർമൽ ചിൽഡ്രൻ ആണ് അടുത്ത ടോപ്പിക് കേട്ടോ. Although special care is to be given to underperforming or disabled children, compensatory education program are to be imagined for the normal children to require special care for development. അപ്പോൾ underperforming ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി നോർമൽ കുട്ടികൾക്കും ഈ ഒരു സ്പെഷ്യൽ കെയറും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ദിസ് ഇസ് ഫുൾഫിൽഡ് ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഈ ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ഓരോ കുട്ടീനെയും ഇൻഡിവിജ്വലി നമ്മൾ കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്നെ പോലെ ആയിരിക്കില്ല ഐശ്വര്യയുടെ കഴിവുകൾ അല്ലെങ്കിൽ അസീം. ഓരോരുത്തർക്കും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ വരുന്ന കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അവർ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ ഇനി ചെയ്യുള്ളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളെ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യേ. ദെൻ ഇതാണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്റർ ക്ലിയർ ആണല്ലോ? ഓക്കെ, നിഷ് ടീച്ചർ ഇപ്പൊ ഏത് ചാപ്റ്റർ എടുക്കുന്നേ? നിഷ് ടീച്ചർ ഇപ്പൊ ഏത് ചാപ്റ്റർ എടുക്കുന്നേ? യൂണിറ്റ് 6 ആൻഡ് ഗ്രോത്ത്. അല്ല, ജിഷ ടീച്ചറാണോ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ ജിഷ് ടീച്ചർ എടുക്കണേ? Unit 4, Cognitive Developments. അത് നിഷ് ടീച്ചറാണോ ജിഷ് ടീച്ചറാണോ? രണ്ടുപേരുണ്ടല്ലോ. ജിഷ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ടീച്ചറെ പാർട്ട് 1-ലെയാണോ അതോ പാർട്ട് 2-ലെയാണോ? പാർട്ട് 2-ലെയാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് 2-ലെ നിഷ ടീച്ചർ തന്നെ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ. ഒന്നും ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എടുത്തു നിഷ് ടീച്ചർ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്നത്. അതെ അതെ. ദെൻ ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ എല്ലാം കിട്ടിയില്ലേ? ഫസ്റ്റ് എയ്ഡിന്റെ കിട്ടിയിട്ടില്ലേ? എല്ലാം കിട്ടിയതാ മാം, ഈ പാഠത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു യൂണിറ്റിനെ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടാൻ അല്ലെ? ചൈൽഡ് വെൽഫെയറിനെ മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് കേടാ, ഞാൻ ഇപ്പൊ മോക്ക് ടെസ്റ്റ് തന്നില്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, അപ്പൊ നമ്മള് നോക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നാണ്. ഗ്രോത്തും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞു തന്നിട്ടുണ്ട് മാം. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നത് അല്ലെ? ഡെവലപ്മെന്റിന്റെ ഏറ്റവും ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ദ ബ്രെയിൻ. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ എന്താ പറയാ ഗ്രോത്തും ഡെവലപ്മെന്റ് ഓഫ് ബോഡി ആൻഡ് ബ്രെയിൻ ആണ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ദ ഗ്രോത്ത് ഓഫ് മസിൽസ്, നമ്മുടെ മസിൽസിന്റെ ഗ്രോത്ത്, സെൻസ് ഓർഗൻസിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ,
Physical development is important because it support the language development. Physical development ഇത്ര ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ്, കുട്ടിയിലെ സോഷ്യൽ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതർ ഏരിയാസ് ഓഫ് ലേണിംഗ്, കുട്ടിയുടെ മറ്റ് ഏരിയാസ്, ലേണിംഗിന്റെ മറ്റ് ഏരിയാസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഗ്രോത്ത്, ഓക്കെ, ഫിസിക്കൽ നമ്മുടെ ബോഡി ചേഞ്ചസ് വരുന്നത്, മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോ ഗ്രോത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവില്ലേ? ഇല്ലേ? നമ്മുടെ ഹൈറ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റ് കൂടിയിട്ടുണ്ടോ? ഇല്ല 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 മാം. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഷുഡ് ബി ഫ്രെയിംഡ് ഓൺ ദ ബേസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. ഒരു കുട്ടിയുടെ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെ ബേസിലാണ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഫിസിക്കൽ ഡെവലപ്മെന്റ് refers to as a process which bring progressive changes in the external as well as internal organs of an individual in order to enhance their capacity to function. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ബോഡി ഓർഗൻസിന് വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസിനെയാണ്. അത് എന്തിനു വേണ്ടി ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാറ്റങ്ങൾ വരുന്നത്. നോർമലി ഫിസിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ഫോളോയിങ് ഡയമെൻഷൻ. താഴെ പറയുന്ന രീതിയിലാണ് ഫിസിക്കൽ ചേഞ്ചസ് കുട്ടികളിൽ സംഭവിക്കുന്നത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഓരോ ഏജിലെയും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓരോ ഏജിലും കുട്ടികളിൽ വരുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഇൻഫൻസിയിലായിരിക്കും കുട്ടികളിൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് ജനിച്ചു ഒരു 1.5 മാസം 1.5-2 മാസം ഒക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? കമന്ന് വീഴും അല്ലെ? കമന്ന് വീഴുന്നു, പിന്നെ തല ഉറയ്ക്കും, പിന്നെ തല ഉറയ്ക്കുന്നു, കമന്ന് വീഴുന്നു, പിന്നെ മുട്ടിലെഴയാൻ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും കുട്ടികള്? ഇരിപ്പുറയ്ക്കും, അത് കേട്ടല്ലേ നടന്നു തുടങ്ങുന്നത്. പിന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങും, പിന്നെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങും. പിന്നെ എന്താണ്? നല്ല നല്ല രീതിയിൽ നടപ്പുറയ്ക്കും, അത് കഴിഞ്ഞ് ഓടാൻ തുടങ്ങും, സ്റ്റെയർ ഒക്കെ പെട്ടെന്ന് കയറാൻ തുടങ്ങും അല്ലെ? പെട്ടെന്നല്ലേ ഫാസ്റ്റ് ഡെവലപ്മെന്റ്. 0 to 2 years എന്ന് പറയുന്നത് പെട്ടെന്ന് കുട്ടികളിൽ ആ ഡെവലപ്മെന്റ് സംഭവിക്കല്ലേ അല്ലെ? പെട്ടെന്നായിരിക്കും ഈ പറഞ്ഞ ഡെവലപ്മെന്റ് കുട്ടികളിൽ സംഭവിക്കുന്നത്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. പെട്ടെന്നാണ് ഈ കുട്ടികളിൽ ഈ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും വരുന്നത്. ഒരു 0 to 2 years കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റിലൂടെ അവർ കടന്നു പോകും. പിന്നെ ഒരു 3 to 6 വയസ്സിൽ ഇങ്ങനെ പെട്ടെന്നുള്ള ഡെവലപ്മെന്റ് ഇല്ല അല്ലെ? ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയും കുട്ടികളിൽ പതുക്കെ ഇരുന്ന് പതുക്കെ ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അത് നമ്മള് 0 to 2 years ഡെവലപ്പ് ആയ കാര്യങ്ങൾ ഒന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണുന്നു. ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകില്ലേ കുട്ടികള്? അപ്പോഴേക്കും അവർക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നത് കാണാം അല്ലെ? പെട്ടെന്നായിരിക്കും ഹൈറ്റ് ഒക്കെ കൂടുന്നത്. LKG UKG പോയപ്പോ കുട്ടി ഭയങ്കര ചെറുതായിരിക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോയി കഴിയുമ്പോഴും കുട്ടിക്ക് നല്ല രീതിയിൽ ഹൈറ്റ് വെക്കും. ഫീൽ ചെയ്തിട്ടില്ല? ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഹൈറ്റ് വെക്കണം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു അത്യാവശ്യം കമ്പയർ ടു ഇൻഫാൻസിയുടെ അത്രയും ഗ്രോത്ത് ഇല്ല, എന്നാലും അത്യാവശ്യം ഗ്രോത്ത് ഒരു 7 to 9 years വരെ ഉണ്ടാവും. പിന്നെ അടുത്തതാണ് 10 to 30 years വരെ വീണ്ടും ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. ഒരു 10 years ഒക്കെ ആകുമ്പോഴേക്കും ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. നമ്മൾ ആ ഒരു ടൈമിൽ അക്യൂർ ചെയ്ത ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈമാണ്. പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ കണ്ടു. അത് വേണ്ട, 13 വേണ്ട, ഒരു 10 വയസ്സ്. ഇപ്പോ അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് 11 വയസ്സിലാണ് തുടങ്ങണേ അല്ലെ? 11 വയസ്സിൽ നമ്മളൊരു കുട്ടീനെ കണ്ടിട്ട് പിന്നെ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ കുട്ടീനെ കാണണമെങ്കിൽ ആ ഒരു കുട്ടിയിൽ എൻറ്റയർലി ഡിഫറൻസ് വന്നിട്ടുണ്ടാവും അല്ലെ? ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഭയങ്കര ഹൈറ്റ് കൂടിയിട്ടുണ്ടാവും. പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൺകുട്ടികളെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് ആ ചേഞ്ച് വരുന്നത്. നല്ല ഹൈറ്റ് വെക്കുന്നു,
താടി അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഭയങ്കര വ്യത്യാസങ്ങൾ സംഭവിക്കും. പിന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് സൗണ്ട് മാറും അല്ലെ, ടോട്ടൽ സൗണ്ട്. അപ്പോ അഡോളസന്റ് ഏജിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. ഇൻഫൻസിയിൽ നടന്ന അതേപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു ടൈം പീരീഡ് ആണ് എന്ത് അഡോളസൻസ് എന്ന് പറയുന്നത്, ഏർലി അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 90 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ഫിസിക്കൽ ഗ്രോത്ത് അങ്ങോട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, അവിടെ വെച്ച് അവർ ആ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ ഹൈറ്റിലൊന്നും മാറ്റം വന്നിട്ടില്ല അല്ലെ, ചേഞ്ചസ് ഒന്നും വരാറില്ല. ഓക്കെ, അപ്പോ നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു കുട്ടിയുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒരു കാലഘട്ടം നമ്മൾ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 years ആണ്. ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ മാർക്ക് ചെയ്യാം, ഞാൻ മാർക്ക് ചെയ്യണതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 years ആണ്. ആ ഒരു ടൈമിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? വെരി ഷിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫൻസി, വെരി പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 to 6 years ആണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്ന ടൈമാണ് ഏത് പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് മിഡിൽ ചൈൽഡ്ഹുഡ്, 7 to 9 years ആണ് എന്ത് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. വീണ്ടും പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരുന്ന ഒരു ടൈം പീരീഡ് ആണത്. ഇൻഫൻസിയുടെ അത്രയും ഇല്ല കേട്ടോ, അത്രയും ഗ്രോത്ത് ഇല്ല. പിന്നെ വരുന്ന ടൈം പീരീഡ് ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇന്ന് നമ്മളുടെയൊക്കെ ജനറേഷനിൽ ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ നേരെ കുട്ടികൾ അഡോളസന്റ് ഏജിലേക്ക് കടക്കാണ്. ഒരു 11 years ഒക്കെ ആകുമ്പോഴേക്കും അഡോളസന്റ് ഏജിലേക്ക് കടക്കാണ്. നമ്മളുടെയൊക്കെ ജനറേഷനിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല ഈ ഒരു ടൈം പീരീഡ്. അതൊരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ്, അഡോളസൻസിന്റെ 3 years എന്ന് പറഞ്ഞാല് ഫസ്റ്റ് 3 years വീണ്ടും റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. ദെൻ ഫിസിക്കൽ ഗ്രോത്ത് സീസ്ഡ് വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് എന്ത് ചെയ്യും? അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് അതിലൊരാളൊന്ന് റീഡ് ചെയ്യോ ഈ പോയിന്റ്സ്, 3 points? മനസ്സിലാണ് എല്ലാവരും റീഡ് ചെയ്യണേ? അസ്ലി വായിച്ചോടാ. Okay, ma'am. General characteristics of physical development. Physical development is very. ഇവിടെ തൊട്ട് പോയിന്റ്സ് മാത്രം വായിച്ചാൽ പോരെ മിസ്സേ? മാത്രം വായിച്ചാൽ മതിയടാ. Is very swift during infancy, 0 to 2 years. Period of pre-childhood, 3 to 6 years is the period of fixation. That is what is attained in infancy is stabilized. Middle childhood, 7 to 9 years show again a period of growth and development, but the rate of growth is low in comparison to infancy. Later childhood, 10 to 13 years is again a period of fixation. The first 3 years of adolescence, early adolescence, are marked as the years of rapid growth and development. Physical growth ceases by when maturity is attained. ഓക്കെ, ഏകദേശം എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും നോക്കി. അപ്പോ നമ്മള് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ആ ടൈം പീരീഡും എങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ആ ടൈമിൽ എങ്ങനെയാണ് വെരി ഫാസ്റ്റ് ആണോ, വെരി ഷിഫ്റ്റ് ആണോ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ ഏതാണ്, പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏതാണ്, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏതാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കണേ. ഫിസിക്കൽ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മെഷറിംഗ് the height and weight at regular intervals. കുട്ടികളിലെ ഫിസിക്കൽ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഒരു ഹൈറ്റും വെയിറ്റും നോക്കിയിട്ടാണ്. The average height of 3 year old is
എത്രയാണ് 96 സെന്റിമീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് വരുന്നത്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 30 kgs ആണ് ആവറേജ് വെയിറ്റ് ആയിട്ട് കുട്ടികൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ വരുന്ന പ്രോഗ്രസീവ് ചേഞ്ചസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡിയിൽ വരുന്ന പ്രോഗ്രസീവ് ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇൻഫൻസിയിൽ. പിന്നെ ഏതൊക്കെ സ്റ്റേജിലാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ളത് ഡെവലപ്മെന്റ്? ഒരു 0 to 2 years, 7 to 9 years, പിന്നെ അഡോൾസെന്റ് ഏജിലും ഫസ്റ്റ് 3 years ഓഫ് അഡോൾസെന്റ് ഏജിലും വെരി ഫാസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള പീരീഡിലൊക്കെ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. നമ്മൾ അതിനു മുമ്പ് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോർഷനിലേക്ക് ഞാൻ പോവാത്തതാണ് കേട്ടോ. നെക്സ്റ്റ് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ വരും. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നാളെ നെക്സ്റ്റ് ഡേ വരും. അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും മോക്ക് ടെസ്റ്റിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മാഡം. Goodbye everyone. Today's class was very meaningful and informative. We learned about children with physical disabilities and the reasons behind them. We also discussed about mentally retarded children and understood the difficulties they may face in their daily life. Our teacher shared her personal experiences, which helped us understand the topic in a better and more practical way. From today's class, we learned that these children also have talents and abilities, and they deserve love, care, and respect from society. We also understood the importance of equality of opportunity. Every child should get equal chances in education, activities, and life, regardless of their physical or mental condition. Thank you, teacher, for sharing your valuable knowledge and experience with us. It helped us develop kindness, understanding, and respect for everyone. Thank you, everyone. Have a nice day. Goodbye. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.